നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, കിസാൻ സമ്മാൻ നിധി നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഡേറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ സാധാരണ കിട്ടുന്ന 2000 രൂപ ഇന്നാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് കരുതുക. അത് വന്നു കഴിഞ്ഞ് നാളെ രാവിലെ മുതൽ തുടങ്ങും ചിലർ. അടുത്ത ഗഡു ഇപ്പോൾ കിട്ടും, അപ്പോൾ കിട്ടും എന്നൊക്കെ. അല്ലെങ്കിൽ ഇന്ന മാസം ഇത്രാം തീയതി വരും, അത് കിട്ടണമെങ്കിൽ കർഷക ID വേണം എന്നൊക്കെ. സത്യം പറയാമല്ലോ, ഈ ഡേറ്റ് ആർക്കും തന്നെ അറിയില്ല. അത് ആരെയും വിളിച്ചറിയിക്കുന്നുമില്ല. ആകെ കൂടി അറിയുന്നത് പ്രധാനമന്ത്രി അടുത്ത ഗഡു ഇന്ന ദിവസം നൽകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ്. പിന്നെ കിസാൻ സമ്മാൻ നിധിയുടെ സൈറ്റിലേക്ക് പോയാൽ അവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് കിട്ടിയതും കിട്ടാൻ പോകുന്നതുമായ 4 മാസക്കാലത്തെ പീരിയഡുകൾ മാത്രമാണ്. പിന്നെ കർഷക ID എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കാർഷിക പദ്ധതികളുമായി ബന്ധപ്പെട്ട കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ആ ID ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുടനീളമുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അയക്കുന്ന കിസാൻ സമ്മാൻ നിധി കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. നിങ്ങൾ തന്നെയൊന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചു നോക്കൂ. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? യെസ് ഓർ നോ എന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി PM കിസാൻ പോലെ തന്നെ കർഷകർക്ക് പ്രിയപ്പെട്ട കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനു മുമ്പായി കർഷകർക്ക് വേണ്ടി പുതിയതായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്താണെന്നും അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നും പറയാം. ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2025 ബജറ്റിൽ കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പുതിയ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ കാർഷിക ഉൽപ്പാദനക്ഷമത, സാമ്പത്തിക സ്ഥിരത, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച കാർഷിക പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. ബജറ്റിന്റെ ഭാഗമായി അവതരിപ്പിച്ച ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം, മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ് സപ്പോർട്ട് എന്നിവ നൽകിക്കൊണ്ട് ചെറുകിട നാമമാത്ര കർഷകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി 75,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ചെറുകിട നാമമാത്ര കർഷകരും കർഷക സഹകരണ സംഘങ്ങളുമാണ്. വിളവെടുപ്പിന് ശേഷമുള്ള സപ്പോർട്ട്, വായ്പാ ലഭ്യത, വിളകളുടെ വൈവിധ്യവൽക്കരണം തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയിലൂടെ ഇന്ത്യൻ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും കർഷകർക്ക് മെച്ചപ്പെട്ട വിപണി ഒരുക്കുന്നതിനും സാമ്പത്തിക സുരക്ഷ, മെച്ചപ്പെട്ട ഉൽപ്പാദനക്ഷമത എന്നിവ ഉറപ്പാക്കുന്നതിനും കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. കർഷകർ നേരിടുന്ന കുറഞ്ഞ ഉൽപ്പാദനക്ഷമത, ജലക്ഷാമം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ലഭ്യതക്കുറവ് തുടങ്ങിയ വെല്ലുവിളികളെ ഈ പദ്ധതിയിലൂടെ മറികടക്കാൻ കഴിയും. ഇത്തരത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന കർഷകർക്ക് മൊത്തത്തിലുള്ള കാർഷിക കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സാമ്പത്തിക സഹായം, സബ്സിഡിയോടെയുള്ള വായ്പകൾ എന്നിവ ലഭ്യമാക്കുന്നതിനൊപ്പം നൂതനമായ കാർഷിക പരിഹാരങ്ങൾ കൂടി ഉറപ്പു നൽകുന്നുണ്ട്. വിത്തുകൾ, വളങ്ങൾ, ആധുനിക കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങുന്നതിന് കർഷകർക്ക് നേരിട്ടുള്ള ഗ്രാന്റുകൾ ലഭിക്കുന്നതിനുപരിയായി കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭിക്കുന്നു. അതുമാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി വിള ഇൻഷുറൻസ് കൂടി ലഭിക്കുന്നതാണ്. സൗരോർജ്ജത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ജലസേചന സംവിധാനങ്ങളും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ സൂക്ഷ്മ ജലസേചന പദ്ധതികളും നടപ്പാക്കുക വഴി വൈദ്യുതിയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് കുറയ്ക്കാൻ കഴിയും. കൂടാതെ ദീർഘകാല ജലസംഭരണത്തിനായി മഴവെള്ള സംഭരണ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, നാണ്യവിളകൾ എന്നീ കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിൽ കുറവ് വരും. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക രീതികളിൽ പ്രാവീണ്യം നേടുന്നതിനായി
കർഷകർക്ക് വേണ്ടി നൈപുണ്യ വികസന പരിപാടികൾ നടപ്പിലാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. വിളവെടുപ്പിന് ശേഷം ഉൽപ്പന്നം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് കോൾഡ് സ്റ്റോറേജ് ശൃംഖലകളുടെയും വെയർഹൌസുകളുടെയും വികസനം കൂടി ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കർഷക സഹകരണ സംഘങ്ങളെയും ഡിജിറ്റൽ വ്യാപാര കേന്ദ്രങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ കർഷകർക്ക് നേരിട്ട് വിൽപ്പന നടത്താൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിലും ആഗോളതലത്തിലുമുള്ള വിപണികളിൽ കർഷകരുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കാനാകും. ഈ പദ്ധതി പ്രകാരം ജൈവകൃഷിയും സുസ്ഥിര കാർഷിക രീതികളും പിന്തുടരുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാകും. ചരിത്രപരമായി കുറഞ്ഞ കാർഷിക ഉൽപാദനക്ഷമതയുള്ള 100 ജില്ലകളെയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ പ്രത്യേകമായി പരിഗണിക്കുക. ഇപ്രകാരമുള്ള 100 ജില്ലകളിലെ 1.7 കോടി കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ആധുനികവും സുസ്ഥിരവുമായ കാർഷിക രീതികളിലേക്ക് മാറാൻ കർഷകരെ സഹായിക്കുന്ന ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നവർ കൃഷിയിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. രജിസ്റ്റർ ചെയ്ത സ്വന്തം കൃഷിഭൂമിയോ പാട്ടത്തിനെടുത്ത ഭൂമിയോ ഉണ്ടാകണം. കാർഷിക ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിൽ നിന്നുള്ള കർഷകനായിരിക്കണം. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള നാമമാത്ര കർഷകർക്കും സർക്കാർ കാർഷിക പരിപാടികളിലും ഇൻഷുറൻസ് പദ്ധതികളിലും പങ്കെടുക്കുന്ന കർഷകർക്കും ജൈവകൃഷി രീതികളോ ആധുനിക കൃഷി രീതികളോ സ്വീകരിക്കുന്ന കർഷകർക്കും മുൻഗണനയുണ്ടായിരിക്കും. ഔദ്യോഗിക സർക്കാർ പോർട്ടൽ വഴിയോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയോ പ്രാദേശിക ജില്ലാ കൃഷി ഓഫീസുകൾ വഴിയോ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാം. 2025 ഫെബ്രുവരി 1 കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമായി ഉയർത്തി. നേരത്തെ ഇത് 3 ലക്ഷം വരെയായിരുന്നു. രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. 2024 മാർച്ച് വരെ ഇന്ത്യയിൽ വിതരണം ചെയ്ത കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെ ആകെ എണ്ണം 7.75 കോടിയാണ്. ഇതുവരെ 9.81 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ രാജ്യത്ത് വിതരണം ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡും തമ്മിൽ സഹകരിച്ച് KCCക്ക് തുടക്കം കുറിച്ചത് 1998 കൃഷി ചെയ്യാൻ പണത്തിന് ക്ഷാമമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കർഷകർ കൊള്ളപ്പലിശയ്ക്ക് കടമെടുക്കുകയും താങ്ങാൻ കഴിയാത്ത പലിശയായതിനാൽ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും അത് പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യവും നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതിന് പരിഹാരമായാണ് കർഷകർക്ക് ന്യായമായ നിരക്കിൽ വായ്പ നൽകാൻ ഉദ്ദേശിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ചത്. ഈ പദ്ധതി പ്രകാരം വെറും 4% പലിശ നിരക്കിലാണ് കർഷകർക്ക് വായ്പ ലഭിക്കുന്നത്. KCCയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. ഈ പദ്ധതി പ്രകാരം പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് വായ്പയെടുക്കാൻ കഴിയുമായിരുന്നത്. എന്നാൽ അതിപ്പോൾ 5 ലക്ഷമാക്കിയിരിക്കുകയാണ്. വിളകളുടെ ഉൽപ്പാദനത്തിലോ മൃഗസംരക്ഷണം പോലുള്ള അനുബന്ധ പ്രവർത്തനങ്ങളിലോ മത്സ്യബന്ധനത്തിലോ ഏർപ്പെടുന്നവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 1,60,000 മുകളിലുള്ള വായ്പകൾക്ക് ഗ്യാരണ്ടി ആവശ്യമായിരുന്നു. എന്നാൽ അടുത്തിടെ ഗ്യാരണ്ടി രഹിത വായ്പകളുടെ പരിധി 2 ലക്ഷം രൂപയായി റിസർവ് ബാങ്ക് ഉയർത്തിയിരുന്നു. അതിനാൽ ഇപ്പോൾ 2 ലക്ഷം രൂപ വരെയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് യാതൊരുവിധ കൊളാറ്ററലും വേണ്ടതില്ല. എടുത്ത വായ്പ ഉടനെ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് 4% പലിശ നൽകിയാൽ മതി. കൂടാതെ 3% കിഴിവും ലഭിക്കുന്നതാണ്. KCC വായ്പയുമായി ബന്ധപ്പെട്ട പ്രോസസ്സിംഗ് ഫീസ്, ഡോക്യുമെന്റേഷൻ, പരിശോധന തുടങ്ങിയ ഫീസുകൾ ഒഴിവാക്കണമെന്ന് ബാങ്കുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. KCCയുടെ ലക്ഷ്യം തന്നെ ചെറുകിട നാമമാത്ര കർഷകരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക എന്നതാണ്. ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യമായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ലഭ്യമായ ഓപ്ഷനുകളിൽ നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക. അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആപ്ലിക്കേഷൻ പേജ് തുറന്നു വരും. ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ചിരിക്കുന്ന മുഴുവൻ വിശദാംശങ്ങളും ഫിൽ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതായിരിക്കും. വായ്പ ലഭിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ തുടർ നടപടികൾക്കായി 3-4 ദിവസത്തിനുള്ളിൽ ബാങ്ക് അപേക്ഷകനുമായി കോൺടാക്റ്റ് ചെയ്യും. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. KCCയുടെ ആപ്ലിക്കേഷൻ ഫോം 2 രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ PM കിസാൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ
ഡൗൺലോഡ് KCC ഫോം എന്ന ഒരു കോളം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ആവും. ഈ രീതിയിലായിരിക്കും അത്. രണ്ടാമത്തെ രീതിയാണിത്. നമ്മൾ ഏത് ബാങ്കിലാണോ KCCയിലേക്ക് അപേക്ഷിക്കാൻ പോകുന്നത് ആ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.